ഈ മരുന്ന് സ്വീകരിക്കുന്ന ഒരു വ്യക്തി അവരുടെ റെസിഡൻഷ്യൽ ഇത് മാറുകയോ അല്ലെങ്കിൽ പൗരത്വം മാറുകയോ സിറ്റിസൺഷിപ്പ് മാറുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ റെസ്ട്രിക്ഷൻസ് കുറേ ആൾക്കാരുണ്ട്, കുറേ കൺട്രീസ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് കനഡയാണെങ്കിൽ കനഡ സിറ്റിസൺസിനോട്ട് നമുക്ക് മെഡിസിൻസ് അയക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അവിടെ നമ്മൾ അയക്കുകയാണെങ്കിൽ അത് ഒരിക്കലും അവിടെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അത് റിട്ടേൺ ആയി പോകത്തുള്ളൂ. പിന്നെ അതുമല്ല എല്ലാ കൺട്രീസിലും അവരുടെ തന്നെ സിറ്റിസൺസിന് അയക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ എക്സാമ്പിൾ ഇന്ത്യൻ അല്ല അവിടെ തന്നെ സിറ്റിസൺ ആണെങ്കിൽ അവർക്ക് ഇപ്പോൾ അവിടെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം വെച്ചാൽ അവിടുത്തെ സിറ്റിസൺ അല്ലേ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ എന്തെങ്കിലും സൗദിയിലോട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ യു എയിലോട്ട് അയക്കുകയാണെങ്കിൽ അപ്പോൾ യു എയിലുള്ള ഏതെങ്കിലും സിറ്റിസൺ ആണ് അയക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ ചെക്കിങ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ മെഡിസിൻസ് എല്ലാം നമ്മൾ അവിടെ മിനിസ്റ്റർ ഓഫ് ഹെൽത്തിൻ്റെ അവിടെ പോവും, അവരത് ചെക്ക് ചെയ്യും കാരണം അവിടെ സിറ്റിസൺ അല്ലേ, അപ്പോൾ അവരത് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കും. അപ്പോൾ അവരവിടെ ഹെൽത്തിൽ പോയിട്ട് അവരവിടെ ഈ എല്ലാം ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും, എന്താ മെഡിസിൻ എന്തിനു വേണ്ടിയിട്ട് പ്രോപ്പർ ഡോക്യുമെൻറ്റ്സ് ഉണ്ടോ എല്ലാ കാര്യങ്ങളും ഉണ്ടോ നോക്കിയിട്ട് മാത്രമേ അവിടെ ഡെലിവറി ചെയ്യുള്ളൂ. അല്ലാതെ ഇന്ത്യൻ സിറ്റിസൺസിനാണെങ്കിൽ വേറെ പ്രശ്നമൊന്നും വരത്തില്ല, ഇവിടെ നിന്ന് അയക്കുന്ന സാധനങ്ങൾ കൃത്യമായിട്ട് അവിടെ ഡെലിവറി ചെയ്യും. പക്ഷേ അവിടുത്തെ സിറ്റിസൺസ് ആണെങ്കിൽ കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ട്. കനഡയാണെങ്കിൽ നമുക്ക് പറ്റത്തില്ല, ബാക്കിയുള്ള കൺട്രീസിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതല്ല നമുക്ക് ഇവിടെ നിന്ന് അയക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് അയക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു ID പ്രൂഫിലായിരിക്കും നമുക്ക് അയക്കാൻ പറ്റുക. ഒരിക്കലും നമുക്ക് പുറത്തുള്ള കൺട്രിയിലുള്ള ആളുടെ ID പ്രൂഫ് വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഷിപ്പ് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. ഇപ്പോൾ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരാളുടെ ID പ്രൂഫ് വെച്ചിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാവൂ, നമുക്ക് അപ്പുറത്തെ കൺട്രിയിലോട്ട് നമുക്ക് ഷിപ്പ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ.